Pray for generation. കർത്താവിൻ്റെ ധന്യ തിരുനാമം വീണ്ടും ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസം വാഴ്ത്തപ്പെടുമാറാകട്ടെ. തലമുറകൾക്കായി പ്രാർത്ഥിക്കാമെന്ന ഈ മനോഹരമായ പ്രാർത്ഥനാ മീറ്റിംഗ് ഇന്ന് 8ാം ദിനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് എറണാകുളം ജില്ലയ്ക്ക് വേണ്ടിയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ തൃശ്ശൂർ ജില്ലയ്ക്ക് വേണ്ടി വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. ഇന്ന് എറണാകുളം ജില്ലയ്ക്ക് വേണ്ടി നമ്മൾ വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഈ പ്രാർത്ഥനാ പ്രൊജക്റ്റിൽ നമ്മുടെ ഏക ലക്ഷ്യം നമ്മുടെ കേരളത്തിലുള്ള 14 ജില്ലകളിലും അവിടെയുള്ള എല്ലാ തലമുറകളിലും ദൈവത്തിൻ്റെ സ്നേഹം ചെന്നെത്തണം. എല്ലാ കുഞ്ഞുങ്ങളും ദൈവഹിതപ്രകാരം അവരുടെ ജീവിതത്തെ മുൻപോട്ട് നയിക്കപ്പെടണം. അതുമാത്രമാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിനായി ഞങ്ങളോടൊപ്പം ഒരുമിച്ച് ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും പ്രത്യേകം സ്വാഗതത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. പ്രാർത്ഥിച്ച് ഇന്നത്തെ ഈ മീറ്റിംഗ് നമ്മൾ ആരംഭിക്കാൻ പോകുകയാണ്. പ്രാർത്ഥിക്കാനായിട്ട് കർത്താവിന്റെ ദാസൻ ബ്രദർ ബിബിൻ മുൻപോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ഇന്നത്തെ ഈ മീറ്റിംഗ് ആരംഭിക്കും. പ്രാർത്ഥിക്കും. കർത്താവെ, നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവെ, ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം കർത്താവെ. പ്രേ ഫോർ ജനറേഷൻ എന്ന പ്രേയറിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ, എറണാകുളം ജില്ലയ്ക്ക് വേണ്ടിയുള്ള ഇന്നത്തെ ഈ പ്രാർത്ഥന വിവരങ്ങളിലേക്ക് സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. കർത്താവ് പ്രത്യേകവചന ശുശ്രൂഷയെല്ലാം വിവരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, പ്രാർത്ഥന വീഡിയോയിൽ നിന്ന് പ്രാർത്ഥിപ്പാനൊക്കെ കർത്താവ് എല്ലാവരും അവിടുന്ന് ബലപ്പെടുത്തണമേ. ജോയിൻ ചെയ്യുന്ന എല്ലാവരും വിവരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന ഓൺലൈനിലൂടെയൊക്കെ കർത്താവ് ജോയിൻ ചെയ്യുന്ന എല്ലാവരും വിവരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവെ, തലമുറകൾക്ക് വേണ്ടി കർത്താവെ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിപ്പാനപ്പോൾ ആത്മാവിൽ നിറഞ്ഞ കർത്താവെ, തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ കർത്താവ് എല്ലാവരും അവിടെ സഹായിക്കണമേ, ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള എല്ലാ സെഷനുകളിലും കർത്താവെ അങ്ങയുടെ വലിയ കരം കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം അനുഭവിപ്പാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല അങ്ങയുടെ കരങ്ങളിലേക്ക് സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. യേശുനാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു. കഴിഞ്ഞ 7 ദിനങ്ങൾ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ 7 ദിനങ്ങൾക്കകത്ത് ഒത്തിരി അധികം ആളുകൾ നമ്മളെ വിളിച്ച് ഇതിൻ്റെ റെസ്പോൺസ് പറഞ്ഞു. ഈ പ്രാർത്ഥന അനേകർക്ക് ഒരു അനുഗ്രഹമാണ് എന്ന് കേൾക്കുന്നതിൽ ഞങ്ങൾ ഏറെ സന്തോഷിക്കുന്നു. ഇന്ന് എറണാകുളം ജില്ലയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. കേരളത്തിൻ്റെ തന്നെ ഏറ്റവും മുഖ്യധാരയായ ഒരു ജില്ലയാണ് എറണാകുളം ജില്ല. മധ്യ കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന എറണാകുളം ജില്ലയെപ്പറ്റി ഒത്തിരിയധികം കാര്യങ്ങൾ നമുക്കറിയാം. ഒത്തിരി വിശിഷ്ടമായ സ്ഥലങ്ങൾ ഉള്ള ഒരു ജില്ല കൂടിയാണ് എറണാകുളം ജില്ല. ഇൻഡസ്ട്രിയലായിട്ടുള്ള ഒരു സ്ഥലം. അങ്ങനെ ഒത്തിരി പ്രത്യേകതകളുള്ള, ഒത്തിരി ആളുകൾ തിങ്ങിപ്പാർക്കുന്ന, ഒത്തിരിയധികം യുവജനങ്ങൾ, കുഞ്ഞുങ്ങളൊക്കെയുള്ള ഒരു ജില്ലയാണ് എറണാകുളം ജില്ല. ഇന്ന് നമ്മൾ ആത്മാർത്ഥമായി ഈ എറണാകുളം ജില്ലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി ഓരോ തലമുറകളിലും വ്യക്തിപരമായി ഇടപെടലിനു വേണ്ടി നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. തുടർന്ന് നമ്മൾ ഒരുമിച്ച് അല്പസമയം കർത്താവിനെ ആരാധിക്കുവാൻ വേണ്ടി പോകുകയാണ്. കർത്താവിനെ ആരാധിക്കുമ്പോൾ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ശക്തിയോടെ നമുക്ക് ഒരുമിച്ച് ആരാധിക്കാം. ഇന്ന് ഒരുമിച്ച് നമ്മളോടൊപ്പം ആരാധന ലീഡ് ചെയ്യുവാനായി കർത്താവിൻ്റെ ദാസൻ സ്റ്റാൻലി എബ്രഹാം റാന്നി, അപ്പോൾ തന്നെ ബ്രദർ സ്റ്റെഫിൻ അവരൊരുമിച്ച് നമുക്ക് ആരാധന ലീഡ് ചെയ്യും. അതിനായി നമുക്ക് ഒരുമിച്ച് ഒരുങ്ങാം. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസം നമുക്കൊരുമിച്ച് പ്രാർത്ഥനയ്ക്കായി ഒരുമിച്ച് കൂടി വരുവാൻ വരുവനായ ദൈവം ഒരുക്കിയ വലിയ ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ ദിവസങ്ങളെല്ലാം പ്രാർത്ഥനയിൽ നാം ഒരുമിച്ചായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികൾ കാണുന്ന ദിവസങ്ങളായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾക്കായി, നമ്മുടെ ദേശത്തിനായി നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ചില ഗാനത്തിൻ്റെ ഈരടികൾ പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. ഒരുമിച്ച് നാം കർത്താവിനെ ആരാധിക്കാം. എല്ലാ ബഹുമാനവും പുകഴ്ചയ്ക്കും യോഗ്യനായ കർത്താവിന് എല്ലാ മഹത്വവും അർപ്പിച്ചുകൊണ്ട് നമുക്കൊരു ഗാനത്തിൻ്റെ, ഒരു വളരെ പഴയ ഒരു ഗാനത്തിൻ്റെ ഈരടികൾ ചേർന്ന് പാടി കർത്താവിന് മഹത്വം കരയട്ടെ.
വന്ദനമേ യേശു രക്ഷകൻ നായകനേ, വന്ദനമേ വന്ദനമേ വന്ദനത്തിനെന്നും യോഗ്യനേ, വന്ദനത്തിനെന്നും യോഗ്യനേ. നിന്നാനുഗ്രഹങ്ങൾ എന്നിൽ നീ തന്നതാ, നിന്നാനുഗ്രഹങ്ങൾ എന്നിൽ നീ തന്നതാ. നിന്നൂടെ വന്ദനം എന്നൂമൻ ഗാനമാ, നിന്നൂടെ വന്ദനം എന്നൂമൻ ഗാനമാ. വന്ദനമേ യേശു രക്ഷകൻ നായകനേ, വന്ദനമേ വന്ദനമേ വന്ദനത്തിനെന്നും യോഗ്യനേ, വന്ദനത്തിനെന്നും യോഗ്യനേ. കാൽവറി ദർശനം കാണുന്നൻ മുൻപിലായി, കാൽവറി ദർശനം കാണുന്നൻ മുൻപിലായി. അൻപിനായുള്ളവും കണ്ണു നിറയും നീ, അൻപിനായുള്ളവും കണ്ണു നിറയും നീ. വന്ദനമേ യേശു രക്ഷകൻ നായകനേ, വന്ദനമേ വന്ദനമേ വന്ദനത്തിനെന്നും യോഗ്യനേ, വന്ദനത്തിനെന്നും യോഗ്യനേ. പൊന്നു മഹേശനെ നിന്നൂടെ കാരുണ്യം, പൊന്നു മഹേശനെ നിന്നൂടെ കാരുണ്യം. സന്തതമോർത്തു ഞാൻ നന്ദിയാൽ പാടുമേ, സന്തതമോർത്തു ഞാൻ നന്ദിയാൽ പാടുമേ. വന്ദനമേ യേശു രക്ഷകൻ നായകനേ, വന്ദനമേ വന്ദനമേ വന്ദനത്തിനെന്നും യോഗ്യനേ, വന്ദനത്തിനെന്നും യോഗ്യനേ. പാപവും ശാപവും രോഗവും നീങ്ങി ഞാൻ, പാപവും ശാപവും രോഗവും നീങ്ങി ഞാൻ. നീതിമാനാകുവാൻ ശാപമായി തീർന്നോനെ, നീതിമാനാകുവാൻ ശാപമായി തീർന്നോനെ. വന്ദനമേ യേശു രക്ഷകൻ നായകനേ, വന്ദനമേ വന്ദനമേ വന്ദനത്തിനെന്നും യോഗ്യനേ, വന്ദനത്തിനെന്നും യോഗ്യനേ. ഇളകാത്ത രാജ്യമാ സിയോനിൽ സ്വന്തമാ, ഇളകാത്ത രാജ്യമാ സിയോനിൽ സ്വന്തമാ. പരനോടു കൂടെ ഞാൻ നിത്യമായി വാണിടും, പരനോടു കൂടെ ഞാൻ നിത്യമായി വാണിടും. വന്ദനമേ യേശു രക്ഷകൻ നായകനേ, വന്ദനമേ വന്ദനമേ വന്ദനത്തിനെന്നും യോഗ്യനേ, വന്ദനത്തിനെന്നും യോഗ്യനേ. ഭാരങ്ങൾ തീർന്നു ഞാൻ ആനന്ദിച്ചിടുവാൻ, ഭാരങ്ങൾ തീർന്നു ഞാൻ ആനന്ദിച്ചിടുവാൻ. ഭാരങ്ങൾ തീർത്തയൻ കാരുണ്യവാരിതേ, ഭാരങ്ങൾ തീർത്തയൻ കാരുണ്യവാരിതേ. വന്ദനമേ യേശു രക്ഷകൻ നായകനേ, വന്ദനമേ വന്ദനമേ വന്ദനത്തിനെന്നും യോഗ്യനേ, വന്ദനത്തിനെന്നും യോഗ്യനേ. കാൽവറി ദർശനം കാണുന്നൻ മുൻപിലാ, കാൽവറി ദർശനം കാണുന്നൻ മുൻപിലാ. അൻപിനായുള്ളവും കണ്ണു നിറയും നീ, അൻപിനായുള്ളവും കണ്ണു നിറയും നീ. വന്ദനമേ യേശു രക്ഷകൻ നായകനേ, വന്ദനമേ വന്ദനമേ വന്ദനത്തിനെന്നും യോഗ്യനേ, വന്ദനത്തിനെന്നും യോഗ്യനേ. യേശു രക്ഷിതാവൻ സ്വന്തമായതാ, ഞാനവൻ സന്താനം ആയിത്തീർന്നതാ. യേശു രക്ഷിതാവൻ സ്വന്തമായതാ, ഞാനവൻ സന്താനം ആയിത്തീർന്നതാ. എന്തു മോദമെന്റെ
അന്തരംഗത്തിൽ പാടും ഞാൻ സന്തോഷത്താ. ഓ എന്തു മോദമെന്റെ അന്തരംഗത്തിൽ പാടും ഞാൻ സന്തോഷത്താ. ഓ രക്ഷാദാനമോ അതെത്ര മാധുര്യം, എന്നെ വീണ്ടതോ അതെത്ര ആശ്ചര്യം. രക്ഷാദാനമോ അതെത്ര മാധുര്യം, എന്നെ വീണ്ടതോ അതെത്ര ആശ്ചര്യം. കർത്തൻ സ്വന്തമായി എന്നെ തീർത്തതാ, കീർത്തിക്കും ഞാൻ നന്ദിയാ. ഓ കർത്തൻ സ്വന്തമായി എന്നെ തീർത്തതാ, കീർത്തിക്കും ഞാൻ നന്ദിയാ. രക്ഷകാ നിന്നിഷ്ടം നിറവേറ്റുവാ, നീക്കുക എന്നിഷ്ടം മുറ്റുമൻ ഭവാ. രക്ഷകാ നിന്നിഷ്ടം നിറവേറ്റുവാ, നീക്കുക എന്നിഷ്ടം മുറ്റുമൻ ഭവാ. നടത്തന്നെ നിന്നത്ഭുതമാർഗത്തിൽ, പാലിക്കന്നെ കൃപയിൽ. നടത്തന്നെ നിന്നത്ഭുതമാർഗത്തിൽ, പാലിക്കന്നെ കൃപയാ. ഓ രക്ഷാദാനമോ അതെത്ര മാധുര്യം, എന്നെ വീണ്ടതോ അതെത്ര ആശ്ചര്യം. കർത്തൻ സ്വന്തമായി എന്നെ തീർത്തതാ, കീർത്തിക്കും ഞാൻ നന്ദിയാ. കർത്തൻ സ്വന്തമായി എന്നെ തീർത്തതാ, കീർത്തിക്കും ഞാൻ നന്ദിയാ. യേശു രക്ഷിതാവൻ സ്വന്തമായതാ, ഞാനവൻ സന്താനം ആയിത്തീർന്നതാ. എന്തു മോദമെന്റെ അന്തരംഗത്തിൽ, പാടും ഞാൻ സന്തോഷത്താ. ആമേൻ. എന്തു മോദമെന്റെ അന്തരംഗത്തിൽ, പാടും ഞാൻ സന്തോഷത്താ. ഓ രക്ഷാദാനമോ അതെത്ര മാധുര്യം, ആമേൻ. എന്നെ വീണ്ടതോ അതെത്ര ആശ്ചര്യം. രക്ഷാദാനമോ അതെത്ര മാധുര്യം, എന്നെ വീണ്ടതോ അതെത്ര ആശ്ചര്യം. കർത്തൻ സ്വന്തമായി എന്നെ തീർത്തതാ, കീർത്തിക്കും ഞാൻ നന്ദിയാ. ഓ 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 ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഓ നന്ദി യേശുവേ. ഹല്ലേലൂയ. നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഈ നല്ല കർത്താവിനെ അനുഭവിച്ചറിയുവാൻ, രുചിച്ചറിയുവാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഭാഗ്യം നൽകിയല്ലോ. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് പറയുന്നത് ഈ യേശുവിനെ നമ്മുടെ ഉള്ളിലേക്ക് സ്വീകരിക്കാൻ കിട്ടിയ ഭാഗ്യമാണ്. ഇന്ന് ഈ ലൈവിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കാൻ പ്രിയ സ്നേഹിതരെ, ഈ യേശുവിനെ എല്ലാ നിമിഷങ്ങളിലും നമുക്ക് രുചിച്ചറിയുവാൻ കഴിയണം. അങ്ങനെ യേശുവിനെ രുചിച്ചറിയാൻ കിട്ടിയ ഭാഗ്യം ഏറ്റവും വലിയ പദവിയായിട്ട് ഞാൻ കാണുന്നു. അങ്ങനെ ആ ഭാഗ്യം ലഭിക്കാത്ത ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ, ഈ പ്രാർത്ഥനയിൽ ഈ നിമിഷത്തിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് യേശു കടന്നു വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ആ നിത്യസ്നേഹത്താൽ നമ്മെ തേടി വന്ന യേശുവിൻ്റെ സ്നേഹം നമുക്ക് വേണ്ടി കാലുവറിയിൽ മുഴു രക്തവും ഊറ്റി തന്നു. മുഖത്ത് കറക്കിച്ച് തുപ്പിയപ്പോഴും ഒരു വാക്ക് പോലും മറുത്തു പറയാതിരുന്നത് എനിക്കും നിങ്ങൾക്കും വേണ്ടിയാണ്. അമ്മയെക്കാൾ, അപ്പനേക്കാൾ, നമ്മുടെ സഹോദരങ്ങളെക്കാൾ ഏറ്റവും ആഴമായി സ്നേഹിക്കുന്ന സ്നേഹമുണ്ടെങ്കിൽ ഇന്ന് നാം ഉയർത്തുന്ന യേശുവിൻ്റെ സ്നേഹമാണ്. ഹല്ലേലൂയ. ആ നിത്യ സ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു.
നിത്യസ്നേഹത്താ എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹത്താ എന്നെ സ്നേഹിച്ചു. അമ്മയേകിടും സ്നേഹത്തേക്കാ ലോകം നൽകിടും സ്നേഹത്തേക്കാ. അങ്ങേ വിട്ടെങ്ങും പോകയില്ല ഞാൻ, അങ്ങേ വിട്ടെങ്ങും പോകയില്ല ഞാൻ. അങ്ങിൽ ചേർന്നെന്നും ജീവിക്കും ഞാൻ, സത്യസാക്ഷിയ ജീവിക്കും ഞാൻ. നിത്യരക്ഷയാ എന്നെ രക്ഷിച്ചു, നിത്യരക്ഷയാ എന്നെ രക്ഷിച്ചു. ഏകരക്ഷകൻ യേശുവിനാ, ലോകരക്ഷകൻ യേശുവിനാ. ഹല്ലേലൂയ. നിൻഹിതം ചെയ്യുവാൻ അങ്ങേ പോലാകാ, നിൻഹിതം ചെയ്യുവാൻ അങ്ങേ പോലാകാ. എന്നെ നൽകുന്നു പൂർണ്ണമായി, മോദമോടിത പൂർണ്ണമായി. അങ്ങിൽ ചേർന്നെന്നും ജീവിക്കും ഞാൻ, സത്യസാക്ഷിയ ജീവിക്കും ഞാൻ. ഈ വരികൾ ഒരു സമർപ്പണമായി മാറണം. കർത്താവേ, എത്ര ആയുസ്സാണ് എനിക്ക് നൽകുന്നതെന്ന് അറിയത്തില്ല, എന്നാൽ ആയുസ്സിൽ മുഴുവനും ജീവൻ നിലനിൽക്കുന്നത് വരെ കർത്താവെ അങ്ങിൽ ചേർന്ന് ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഈ വരികൾ നമ്മുടെ ജീവിതത്തിൽ ഒരു സമർപ്പണമായി മാറട്ടെ. നിത്യമായി സ്നേഹിച്ച, നിത്യമായി നമ്മെ സ്നേഹിച്ച്, നമ്മെ ആഴമായി സ്നേഹിച്ച കർത്താവിൻ്റെ സ്നേഹം ഇന്നും നിലനിൽക്കുന്നു. ആ യേശുവിനു വേണ്ടി ജീവിക്കുവാൻ നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് താഴ്ത്താം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ആരാധന സമയം ദൈവം നമുക്ക് ദാനം ചെയ്തവർ ദൈവത്തെ സ്തുതിക്കുന്നു. എറണാകുളം ജില്ലയ്ക്ക് വേണ്ടി പ്രാർത്ഥനയ്ക്കായി നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഒരുപക്ഷെങ്കിൽ ഓൺലൈൻ മുഖാന്തരമായി നിങ്ങൾ ഈ പ്രോഗ്രാം വിവിധ സ്ഥലങ്ങളിലിരുന്ന് കാണുന്നുണ്ട്. ഈ പ്രാർത്ഥനാ മീറ്റിങ്ങിൽ വിവിധ സ്ഥലങ്ങളിലിരുന്ന് ഇതിൽ പങ്കെടുക്കുമ്പോൾ ഒരുമിച്ച് നമുക്ക് എറണാകുളം ജില്ലയിലുള്ള എല്ലാ തലമുറകളെയും ദൈവകരങ്ങളെ കേൾപ്പിച്ചു കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. തുടർന്ന് അല്പസമയം ദൈവവചന കേൾവിക്ക് വേണ്ടി നമ്മുടെ സമയത്തെ വേർതിരിക്കുകയാണ്. ഇന്ന് കർത്താവിൻ്റെ ദാസൻ ബ്രദർ വെൽസ് മാത്യൂസ് ആണ് നമ്മളോടൊപ്പം കർത്താവിൻ്റെ വചനം ഷെയർ ചെയ്യുവാനായിട്ടുള്ളത്. തുടർന്ന് അല്പസമയം ദൈവവചന കേൾവിക്ക് വേണ്ടി നമുക്ക് ശ്രദ്ധയോടെ ആയിരിക്കാം. കർത്താവിൻ്റെ ദാസനിലെ സമയം വേർതിരിക്കുന്നു. പരിശുദ്ധ പിതാവേ, തലമുറയായ പിതാവേ, തലമുറ ദൈവമായിരിക്കുന്ന ദൈവമേ, യേശുവിൻ്റെ നാമത്തിൽ തിരുസനിൽ വരുന്ന കർത്താവേ, കുഞ്ഞുങ്ങളെ തിരുസനിൽ കൊണ്ടുവരാൻ പറഞ്ഞ യേശുവിൻ്റെ നാമത്തിൽ തന്നെ കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ എല്ലാ കണ്ണുകളും തുറക്കണമേ, ചെവികൾ തുറക്കണമേ, ഹൃദയങ്ങളെ തുറക്കണമേ. വിവാഹം, അതിൽ കൂടെ വരുന്ന തലമുറ, അതിൻ്റെ ഉദ്ദേശങ്ങൾ, കർത്താവ് തലമുറയെ തരുന്നതിൻ്റെ ഉദ്ദേശങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ചു തരണമേ. ഈ ഒരു പ്രസംഗം പ്രാർത്ഥനയാവണമേ എന്ന് എൻ്റെ പ്രാർത്ഥന. പ്രസംഗം പ്രാർത്ഥനയാവണം. സമയം കുറച്ചുള്ളത് കൊണ്ട് നമുക്ക് വേണ്ടി നമ്മുടെ ഈ പ്രാർത്ഥന പഴയ നിയമം പഠിച്ചു കഴിഞ്ഞാൽ, പഴയ നിയമത്തിൽ പിതാക്കന്മാർ അവരുടെ മക്കളെക്കുറിച്ച് എന്തൊക്കെ പറഞ്ഞോ അതായിട്ടുണ്ട്. നമ്മൾ അതിന് ഉദാഹരണത്തിനായിട്ട് യാക്കോബ് മരിക്കുന്നതിന് മുൻപേ ഓരോ മക്കളെക്കുറിച്ചും പറയും, അത് അവരായിത്തീരും. അവരുടെ ആത്മീയ പിതാവായ മോശ ഓരോ ഗോത്രത്തെക്കുറിച്ച് പറയും, അത് ആയിത്തീരും.
അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഞാൻ പ്രസംഗിക്കാൻ പോകുന്നത്. മർക്കോസിൻ്റെ സുവിശേഷം 11:23-24. മർക്കോസിൻ്റെ സുവിശേഷം 11:23-24. ആരെങ്കിലും തൻ്റെ ഹൃദയത്തെ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് നീ നീങ്ങി കടലിൽ ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കും എന്ന് ഞാൻ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കും. അത് നിങ്ങൾ ഓർക്കണം. അതൊരു ദൈവത്തിൻ്റെ ഒരു പ്രിൻസിപ്പിളാണ്. നീ നിൻ്റെ വാ കൊണ്ട് പറഞ്ഞതുപോലെ സംഭവിക്കും. എല്ലാവർക്കും അറിയാവുന്ന സുപരിചിത പാസേജാണ് ദിനവൃത്താന്തങ്ങൾ 2:4-9-10. യബേഷ് ദൈവത്തോട് പ്രാർത്ഥിച്ചു. യബേഷ് ദൈവത്തോട് എന്നെ നിത്യമായി അനുഗ്രഹിക്കുക. പക്ഷെ പ്രാർത്ഥനയ്ക്ക് മുന്നേ പറയുന്നു അവൻ്റെ അമ്മ യബേഷ് എന്ന് അവന് പേർ കൊടുത്തു. യബേഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദനാപുത്രൻ, വ്യസനാപുത്രൻ. അവൻ ജനിച്ചപ്പോഴേ അവൻ്റെ അമ്മ അവിടെ വാഗൊണ്ട് അവനെ ശപിച്ചു. ഇവൻ ഒരു വ്യസനാപുത്രനാണ്. വ്യസനാപുത്രൻ അവൻ എപ്പോഴും എന്നെ ഉറങ്ങാൻ സമ്മതിക്കത്തില്ല. ഈ വ്യസനാപുത്രൻ അവൻ എപ്പോഴും പാല് മതി. ഈ വ്യസനാപുത്രൻ എല്ലാ പിള്ളേരും നടക്കുന്ന ഈ വ്യസനാപുത്രൻ നടക്കത്തില്ല. അവരുടെ വായിൽ നിന്ന് അവനെ യബേഷ് വ്യസനാപുത്രനായി. അവരുടെ അമ്മ പറഞ്ഞതുപോലെ അവൻ വ്യസനാപുത്രനായി തീർന്നു. നിൻ്റെ മകൾ അനുഗ്രഹിക്കപ്പെടണം. യേശു പറഞ്ഞു നിൻ്റെ വാ കൊണ്ട് പറയുന്നത് ഭവിക്കുമെന്ന്. അപ്പോൾ അതിന് ആധാരമായിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പം നമ്മൾ അതിൻ്റെ പ്രിൻസിപ്പിൾ ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് നീട്ടുന്നില്ല. അടുത്ത വാക്യമായിട്ട് ഞാൻ വായിക്കാൻ പോകുന്നത് ഒരു വിവാഹത്തിൽ നിന്ന്. ഇപ്പോൾ എൻ്റെ പപ്പായെ നിങ്ങൾക്കറിയാമായിരിക്കും, നിങ്ങളുടെ പപ്പായെ നിങ്ങൾക്കറിയാം, നിങ്ങളുടെ വലിയപ്പച്ചനെ നിങ്ങൾക്കറിയാം. നിങ്ങളുടെ വലിയപ്പച്ചനെയോ വലിയപ്പച്ചൻ്റെ അപ്പച്ചനെയോ നിങ്ങൾക്ക് അറിയത്തില്ല. ആർക്കും അറിയാമോ? ആർക്കും നമ്മൾ അറിയുന്നില്ല. നമ്മൾ അവരുടെ വീടും അറിയത്തില്ല, നാളും അറിയത്തില്ല. മലാക്കി പ്രവചനം ഒരു വിവാഹത്തിൽ നിന്ന് കർത്താവ് എന്താ ആഗ്രഹിക്കുന്നത്? മലാക്കി പ്രവചനം 2:15. പഴയ നിയമത്തിലെ അവസാന പുസ്തകമാണ് മലാക്കി. അതിൻ്റെ 2:15. ലേശം പോലും സുബോധം ശേഷിച്ചിരുന്ന ഒരുത്തൻ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല. എന്നാൽ ആ ഒരുത്തൻ എന്തു ചെയ്തു? മലാക്കി 2:15. വായിച്ചു. ലേശം പോലും സുബോധം ശേഷിച്ചിരുന്ന ഒരുത്തൻ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല. എന്നാൽ ആ ഒരുത്തൻ എന്തു ചെയ്തു? ദൈവം വാഗ്ദാനം ചെയ്ത സന്തതിയെ അവൻ അന്വേഷിച്ചു. നിങ്ങളുടെ ഉള്ളിൽ സൂക്ഷിച്ചു കൊള്ളുവീൻ, തൻ്റെ യൗവനത്തിലെ ഭാര്യയോട് ആരും അവിശ്വസ്തത കാണിക്കരുത്. പക്ഷേ ഇംഗ്ലീഷിൽ അങ്ങനെ പറയുന്നത്. ഇംഗ്ലീഷ് ചോദിക്കുന്നത് എങ്ങനെ അറിയോ? ഹാവിങ് എ റെമനന്റ് ഓഫ് ദ സ്പിരിറ്റ്, വൈ വൺ. കല്യാണത്തിന് ഹീ സീക്സ് എ ഗോഡ്ലി ഓഫ് സ്പ്രിങ്. ഇംഗ്ലീഷിൽ പറയുന്നത് ഹീ സീക്സ് എ ഗോഡ്ലി ഓഫ് സ്പ്രിങ്. അതിൻ്റെ അർത്ഥം ഒരു വിവാഹത്തിൽ നിന്ന് കർത്താവ് ആഗ്രഹിക്കുന്ന ദൈവഭയമുള്ള ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരു തലമുറ എന്ന് ഇംഗ്ലീഷ് പറയുന്നത്. മലാക്കി 2:15 ഇംഗ്ലീഷ് പറയുന്നത് ഹീ സീക്സ് എ ഗോഡ്ലി ഓഫ് സ്പ്രിങ്. കർത്താവ് ഒരു വിവാഹത്തിൽ നിന്ന് ആഗ്രഹിക്കുന്ന ദൈവഭയമുള്ള ദൈവത്തെ സേവിക്കുന്ന ഒരു തലമുറയാണ്. ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഈ പ്രാർത്ഥന പ്രസംഗമാകണം. നിൻ്റെ വായിൽ നിന്ന് പറയുന്നത് കർത്താവെ എൻ്റെ ദാമ്പത്യ ജീവിതം, ഞങ്ങളുടെ കല്യാണത്തിൽ ഞങ്ങൾക്ക് നീ തന്നിരിക്കുന്ന ഈ തലമുറ പറയണം, വാ കൊണ്ട് പറയണം, നിങ്ങൾ ഏറ്റു പറയണം. അത് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് സംഭവിക്കും. കർത്താവ് ഞങ്ങൾ അടുത്ത 3-4 ഞങ്ങൾ ആരാന്ന് അവർക്കറിയത്തില്ല. പക്ഷേ ഞങ്ങളുടെ വായിൽ നിന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് തന്ന സന്നദ്ധി കർത്താവെ ഇത് ദൈവത്തിന് സേവിക്കുന്ന സന്നദ്ധിയാവുന്നു, ദൈവഭയമുള്ള സന്നദ്ധിയാവണം. നീ അത് വാ കൊണ്ട് പറഞ്ഞാൽ അത് ആയിത്തീരും. അപ്പോസ്തല പ്രവൃത്തികളുടെ 16:31. അപ്പോസ്തല പ്രവൃത്തികളുടെ നിങ്ങൾക്കെല്ലാം കാണാമെന്നറിയാവുന്ന വാക്യമാണ്. നീ രക്ഷിക്കപ്പെട്ടാൽ നിൻ്റെ കുടുംബവും രക്ഷിക്കപ്പെടും. ഇപ്പം നിൻ്റെ കുഞ്ഞ് അല്ലെങ്കിൽ നിൻ്റെ തലമുറ അവർ തോന്നിവാസം നടക്കുവാണെങ്കിൽ നീ അത് പറയില്ല, അയ്യോ അവർ ബൈബിൾ വായിക്കുന്നില്ല, സഭായോഗത്തിന് വരുന്നില്ല, കൂട്ടുകെട്ട് പണില്ല, അങ്ങനെയല്ല പറയേണ്ടത്. കർത്താവെ ഞാൻ രക്ഷിക്കപ്പെട്ടുകൊണ്ട് എൻ്റെ സന്നദ്ധി രക്ഷിക്കപ്പെട്ടു നിൻ്റെ വാ കൊണ്ട് ഏറ്റു പറയണം. എൻ്റെ സന്നദ്ധി രക്ഷിക്കപ്പെട്ട സന്നദ്ധിയാണ്. മലാക്കി 2:15 പ്രകാരം എൻ്റെ സന്നദ്ധി ദൈവത്തെ ഭയപ്പെടുന്ന ദൈവത്തെ സേവിക്കുന്ന തലമുറയാണ്. ഞാൻ രക്ഷിക്കപ്പെട്ടതുകൊണ്ട് എൻ്റെ തലമുറ രക്ഷിക്കപ്പെട്ടെന്ന് നിൻ്റെ വാ കൊണ്ട് ഏറ്റു പറയണം. അപ്പോസ്തല പ്രവൃത്തികളിലെ 16:31. അടുത്തത് എൻ്റെ ബൈബിളിൽ ഏറ്റവും എനിക്കൊരു ഭയമില്ലാതെ ഞാൻ ജീവിക്കുന്നത് എന്തുകൊണ്ട്? തലമുറയെക്കുറിച്ച് എനിക്കൊരു വ്യാകുലവുമില്ല, ഒരു ചിന്തയുമില്ല. ഉൽപ്പത്തി പുസ്തകം 17:7. ഉൽപ്പത്തി പുസ്തകം 17:7. ഉൽപ്പത്തി 17:7. ഈ വാക്യത്തിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. ഈ വാക്യത്തിൻ്റെ ആഴം മനസ്സിലാക്കണം. ഞാൻ നിനക്കും നിന്റെ ശേഷം നിന്റെ സന്തതിക്കും ദൈവമായിരിക്കേണ്ടതിന് ഞാൻ എനിക്കും നിനക്കും നിന്റെ ശേഷം തലമുറയായി നിന്റെ സന്തതിക്കും മധ്യേ എൻ്റെ നിയമത്തെ നിത്യനിയമമായി സ്ഥാപിക്കും. പറയുന്നത് നിനക്ക് ഞാൻ ദൈവമാണ്, നിന്റെ തലമുറയ്ക്കും ഞാൻ ദൈവമായിരിക്കും. അത് ദൈവത്തിൻ്റെ ഒരു വലിയ ഉടമ്പടി വാഗ്ദാനമാണ്. മലയാളത്തിൽ അത് പറയുന്നത് നീതി എന്നാണ്, പക്ഷേ ഇംഗ്ലീഷിൽ പറയുന്നത് എവർലാസ്റ്റിംഗ് കവനൻ്റ്, നിത്യ ഉടമ്പടിയായിട്ടാണ് ദൈവം പറയുന്നത്. അപ്പോൾ പറയണം കർത്താവ് നീ എൻ്റെ ദൈവമാണെങ്കിൽ നിൻ്റെ ഈ വാഗ്ദാന പ്രകാരം എൻ്റെ തലമുറയുടെയും എൻ്റെ കൊച്ചുമക്കളുടെയും എൻ്റെ കൊച്ചുമക്കളുടെയും ദൈവം നീ ആയിരിക്കുന്നതിനാണ് സ്തോത്രം ചെയ്യുന്നത്.
അത് നീ വാ കൊണ്ട് ഏറ്റു പറയണം. നിന്റെ തലമുറയെക്കുറിച്ച് നിനക്ക് ഒട്ടും ഭയമില്ല. നിന്റെ തലമുറയ്ക്ക് ഒന്നും പറ്റത്തില്ലെന്ന് നീ വിശ്വസിക്കണം. പറയണം, നീ കർത്താവേ, നീ എൻ്റെ ദൈവമാണ്. ഞാൻ അതിൻ്റെ ഉദാഹരണം പെട്ടെന്ന് പറഞ്ഞു പോകാം. എബ്രഹാമിനോട് പറഞ്ഞു നിന്റെ തലമുറ. അത് കഴിഞ്ഞിട്ട് എബ്രഹാം മരിച്ചു കഴിഞ്ഞ് ഉൽപ്പത്തി പുസ്തകത്തിന് 26 യാക്കോബിനോട് വന്ന് പറയുന്നു, ഇസ്ഹാക്കിനോട് വന്ന് പറയുന്നു, ഞാൻ നിൻ്റെ പിതാവായ എബ്രഹാമിൻ്റെ ദൈവമാകുന്നു ഇസ്ഹാക്കെ. നീ ഈ ദേശത്ത് വസിക്കൂ, ഈ ദേശത്ത് നിന്നെ ഞാൻ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞു. ഇസ്ഹാക്ക് അത് കേട്ട് അവിടെ ജീവിക്കുന്നു. പെട്ടെന്ന് പോകാം. ഉൽപ്പത്തി 28 യാക്കോബ് ഓടിപ്പോവുകയാണ്. ഇശവുമായിട്ട് വഴക്കുണ്ടാക്കി ഓടിപ്പോകുമ്പോൾ അപ്പനും അമ്മയും പറഞ്ഞത് കേട്ട് അവൻ ദേശം വിട്ട് ഓടുമ്പോൾ അവൻ കിടക്കുന്നു. ഒരു കല്ലിന്മേൽ കിടക്കാം. പെട്ടെന്ന് ഒരു ദർശനം കാണുവാണ്, സ്വപ്നം കാണുവാണ്. അപ്പം ഏണിയുടെ മേൽ നിൽക്കുന്ന ദൈവം, ഞാൻ നിൻ്റെ പിതാവായ എബ്രഹാമിൻ്റെ ദൈവം, നിൻ്റെ പിതാവായ ഇസ്ഹാക്കിൻ്റെ ദൈവം. അങ്ങനെയാണ് കർത്താവ് വരുന്നത്. നീ ഓർക്കണം, നീ വിശ്വസിക്കണം. യാക്കോബ് നല്ല മനുഷ്യനായിട്ടല്ല ഓടിയത്. അവൻ്റെ സ്വന്തം ജ്യേഷ്ഠനിൽ നിന്ന് അനുഗ്രഹം മോട്ടിച്ച് അവൻ്റെ പിതാവിനെ കളിപ്പിച്ചോടുവാണ്. പക്ഷേ ആ ദൈവം അടുത്ത തലമുറയുടെ ദൈവമായതുകൊണ്ട് ഉടമ്പടി പാലിക്കുന്ന ദൈവമാണ്. നീ വിശ്വസിക്കണം, എൻ്റെ തലമുറയുടെ ദൈവമായിരിക്കും. നീ വിശ്വാസത്തോട് പറയണം, എൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ അവൻ എന്ത് ചെയ്താലും അവൻ വാഗ്ദാനം പാലിക്കുന്ന ദൈവമാണ്. ഇപ്പം സോളമനിൽ നിന്ന് കർത്താവ് സിംഹാസനം എടുത്ത് മാറ്റുമെന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ ദാസനായ ദാവീദ് നിമിത്തം നിനക്ക് ഞാൻ 2 ഗോത്രത്തെ തരും. നീ ദൈവത്തെ സേവിച്ചാൽ നിൻ്റെ തലമുറയുടെ ദൈവമായിരിക്കും. അടുത്ത പ്രാർത്ഥിക്കാനായിട്ട് യെശയ്യാ പ്രവചനം 44:3. യെശയ്യാ പ്രവചനം 44:3. യെശയ്യാ പ്രവചനം 44:3. ഞാൻ വെള്ളവും ദാഹിച്ചിരിക്കുന്നിടത്ത് ഞാൻ വെള്ളവും വരണ്ട നിലത്ത് നീരൊഴുക്കുകളും പകരും. നിന്റെ സന്തതിമേൽ എൻ്റെ ആത്മാവിനെയും നിന്റെ സന്താനത്തിനുമേൽ എൻ്റെ അനുഗ്രഹം. അവസാന ഭാഗം ഒന്നുകൂടെ വായിക്കണം. കർത്താവ്, നിങ്ങൾ പ്രാർത്ഥിക്കുക. ദൈവമേ, യെശയ്യാ 44:3, എൻ്റെ സന്തതിയിൽ മേൽ നിന്റെ ആത്മാവിനെ ഒഴിക്കണം. അത് പ്രാർത്ഥിക്കണം. എൻ്റെ സന്തതിയിൽ മേൽ നിന്റെ ആത്മാവിനെ ഒഴിക്കണം. രണ്ടാം ഭാഗം, അവസാന ഭാഗം എന്താണ്? നിന്റെ സന്താനത്തിന്മേൽ എൻ്റെ അനുഗ്രഹത്തെയും പകരും. എൻ്റെ സന്താനത്തിന്മേൽ നിന്റെ അനുഗ്രഹം വെക്കണമേ. അതൊരു പ്രാർത്ഥനയായിരിക്കണം. നിന്റെ ആത്മാവിനെ പകരണമേ, നിന്റെ അനുഗ്രഹത്തെ വെക്കണം. 2 യോഹന്നാൻ 4:4. അല്ല, അത് വേണ്ട. 3 യോഹന്നാൻ 4. എൻ്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നു എന്ന് കേൾക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം എനിക്കില്ല. ലോകത്തിലെ ഏറ്റവും വലിയ സന്തോഷം ഒന്നൊന്നുകൂടെ വായിച്ചു തന്നാ മതി. എൻ്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നു എന്ന് കേൾക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം എനിക്കില്ല. ഇപ്പം നമ്മൾ പറയണം, നിങ്ങൾ ഇത് തന്നെ പറയണം, വാ കൊണ്ട് പറയണം, കർത്താവ്, എനിക്ക് ഇതിൽക്കുള്ള വലിയ സന്തോഷമില്ല. എൻ്റെ മക്കളും എൻ്റെ കൊച്ചുമക്കളും സത്യത്തിൽ നടക്കുന്നു. ഇത് ദിവസവും നിങ്ങളുടെ വാ കൊണ്ട് പറയണം. നീ വാ കൊണ്ട് പറയുന്നത് പോലെ ഭവിക്കും. നീ ദൈവസന്നിധിയിൽ പറയണം, കർത്താവ്, ഇതിൽക്കുള്ള എനിക്ക് സന്തോഷമില്ല, എൻ്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നുവെന്ന്. യെശയ്യാ 59:21. യെശയ്യാ 59:21. ഞാൻ അവരോട് ചെയ്തിരിക്കുന്ന നിയമമോ ഇതാകുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു. നിന്റെ മേലുള്ള എൻ്റെ ആത്മാവും നിന്റെ വായിൽ ഞാൻ തന്ന എൻ്റെ വചനങ്ങളും നിന്റെ വായിൽ നിന്നും നിന്റെ സന്തതിയുടെ വായിൽ നിന്നും നിന്റെ സന്തതിയുടെ സന്തതിയുടെ വായിൽ നിന്നും ഇന്നു മുതൽ ഒരു നാളും വിട്ടുപോകുകയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഈ വചനം വരയിട്ട് വെക്കണം. കർത്താവെ, നീ എൻ്റെ വായി വെച്ച് വചനം എൻ്റെ തലമുറയിൽ മേൽ വെക്കും, എൻ്റെ സന്തതിയിൽ മേൽ വെച്ചിരിക്കുന്നതായിട്ട് സ്തോത്രം. നീ ഇപ്പോൾ പറഞ്ഞാൽ അടുത്ത 2 തലമുറയിലും ദൈവത്തിൻ്റെ വചനം അവരുടെ വായിലുണ്ടായിരിക്കും. എൻ്റെ മേൽ വെച്ചിരിക്കുന്ന ആത്മാവ് എൻ്റെ തലമുറയിൽ നീ വെച്ചിരിക്കുന്നതായിട്ട് സ്തോത്രം. ഇങ്ങനെ നീ വാ കൊണ്ട് പ്രഖ്യാപിക്കുക, പ്രാർത്ഥിക്കുക. സമയമില്ലാത്തതുകൊണ്ട് വേഗം നമുക്ക് മുന്നോട്ട് പോകാം. അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത് എങ്ങനെ കുഞ്ഞുങ്ങളെ വളർത്തണമെന്നാണ്. പുറപ്പാടിൻ്റെ പുസ്തകം 2:2. പുറപ്പാട് 2:2. മോശെ എന്തുകൊണ്ട് വലുതായി തീർന്നു? എല്ലാ മക്കളെയും കൊല്ലുവാൻ ഫറവോൻ്റെ കൽപ്പനയുണ്ടായിരുന്നു. പക്ഷേ മോശെ ഒരു വ്യത്യസ്ത ബാലനായിരുന്നു. പുറപ്പാട് പുസ്തകത്തിൽ 2:2. അവനെ പിന്നെ ഒളിച്ചു വെപ്പാൻ കഴിയാതെ ആയപ്പോൾ അവളൊരു നേരത്തെ വാക്യം വായിച്ചു, അതിന്റെ മേളത്തെ വാക്യം. എന്നാൽ ലേവ്യ കുടുംബത്തിലെ ഒരു പുരുഷൻ പോയി ഒരു ലേവ്യ കന്യകയെ പരിഗ്രഹിച്ചു. അവൾ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു. അവൻ സൗന്ദര്യമുള്ളവനെന്ന് കണ്ടിട്ട് അവനെ 3 മാസം ഒളിപ്പിച്ചു വെച്ചു. മോശെ എന്തുകൊണ്ട് മറ്റുള്ള കുഞ്ഞുങ്ങളെ കൊല്ലാൻ നോക്കി? നിങ്ങൾക്ക് നിന്റെ സന്തതി സൗന്ദര്യമുള്ളത് നിന്റെ കണ്ണുകൊണ്ട് കാണണം. മോശെ എന്തുകൊണ്ട് അവൻ്റെ അപ്പനും അമ്മയും ആ കുഞ്ഞിനെ കണ്ടപ്പോൾ ഒരു വ്യത്യസ്ത നിന്റെ കുഞ്ഞിനെ എപ്പോഴും കാണണം. കർത്താവ്, ഇത് അനുഗ്രഹിക്കപ്പെട്ട പൈതൽ, സൗന്ദര്യമുള്ള പൈതൽ, നിന്റെ കുഞ്ഞിനെ നീ അങ്ങനെ തന്നെ കാണണം. അടുത്തത്, നിന്റെ കുഞ്ഞിനെ എങ്ങനെ കാണണം? അപ്പോൾ അടുത്തത് കുഞ്ഞിനെ കാണുന്നത് എങ്ങനെയാണ്? ഉൽപ്പത്തി പുസ്തകം 35:18.
വീണ്ടും ഞാൻ പറഞ്ഞു, തുടങ്ങിയപ്പോൾ പറഞ്ഞു യബേഷിൻ്റെ അമ്മ അവനെ യബേഷെ എന്ന് പറഞ്ഞ് ശപിച്ചിരുന്നു. പക്ഷേ ഉൽപ്പത്തി 35:18 യാക്കോബ് ഒരു പ്രിൻസിപ്പിൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. വേഗം വായിച്ചാൽ. എന്നാൽ അവൾ മരിച്ചുപോയി, ജീവൻ പോകുന്ന സമയം അവൾ അവനെ ബെനൂനി എന്ന് പേരിട്ടു, അവന്റെ അപ്പനോ അവനെ ബെന്യാമീൻ എന്ന് പേരിട്ടു. പക്ഷേ കണ്ടോ, അവൻ മരിക്കാൻ നേരത്തെ അവസാനത്തെ കുഞ്ഞ് ജനിക്കാൻ പോവാ ബെഞ്ചമിൻ. യാക്കോബിൻ്റെ മക്കൾ മരിക്കുമ്പോൾ അവസാനത്തെ മകനായിട്ട് ജനിക്കുന്നത് ബെഞ്ചമിനാണ്. പക്ഷേ അവൻ്റെ അമ്മ അവന് പേരിടാൻ പോകുന്നു ബെനോനി. ഇവൻ ദുഃഖപുത്രൻ അല്ലെങ്കിൽ വ്യസനപുത്രൻ അങ്ങനെ പേരിടുന്നു. പക്ഷേ യാക്കോബ് പറഞ്ഞു, ഇവൻ എൻ്റെ പുത്രൻ എന്ന് വെച്ചാൽ സൺ ഓഫ് മൈ റൈറ്റ് ഹാൻഡ്, എൻ്റെ വലത്ത് ഭാഗത്തിരിക്കും. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ എപ്പോഴും നിൻ്റെ വലത്ത് ഭാഗത്തിരിക്കണം. എബ്രഹാം ആരാധന ക്രമങ്ങൾ എല്ലാം ഇസാഖിനെ പഠിപ്പിച്ചതുപോലെ അതുപോലെ നിങ്ങളുടെ വലത്ത് ഭാഗത്തിരിക്കണം. അടുത്തത് യോബിൻ്റെ പുസ്തകം 1:4-5 അതിൻ്റെ 5-ാം വാക്യം വായിച്ചാൽ മതി. എന്നാൽ വിരുന്ന് നാളുകൾ വട്ടം തികയുമ്പോൾ ഇയ്യോബ് പക്ഷേ എന്റെ പുത്രന്മാർ പാപം ചെയ്ത് ദൈവത്തെ ഹൃദയം കൊണ്ട് ത്യജിച്ചു പോയിരിക്കുമെന്ന് പറഞ്ഞു. ആളയച്ച് അവരെ വരുത്തി ശുദ്ധീകരിക്കുകയും. നിങ്ങൾ ദിവസവും പ്രാർത്ഥിക്കണം. ഓരോ കുഞ്ഞിനും യേശുവിൻ്റെ രക്തം തളിച്ച്, കർത്താവ് എൻ്റെ കുഞ്ഞുങ്ങൾ അറിഞ്ഞോ അറിയാതെ ചെയ്ത പാപങ്ങൾ ക്ഷമിക്കണം. ഓരോ കുഞ്ഞിൻ്റെ മേളിലും രക്തം തളിച്ച് അവർ പാപം ചെയ്തെങ്കിൽ നീ ക്ഷമിക്കണം. നിൻ്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കും. എന്നും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സമയമില്ലാത്തതുകൊണ്ട് വേഗം അടുത്തത് ഉൽപ്പത്തി പുസ്തകം 29:35. ഉൽപ്പത്തി 29:35. അവൾ പിന്നെയും ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു. ഇപ്പോൾ ഞാൻ യഹോവയെ സ്തുതിക്കുമെന്ന് അവൾ പറഞ്ഞു. അതുകൊണ്ട് അവൾ അവനെ യഹൂദ എന്ന് പേരിട്ടു. നിന്റെ കുഞ്ഞിനെ കാണുമ്പോൾ, നിന്റെ ഓരോ കുഞ്ഞിനെ കാണുമ്പോൾ, അവരുടെ 12 മക്കളിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട പുത്രനാണ് യഹൂദ. അവിടെ നിന്നാണ് യേശു ക്രിസ്തു വരുന്നത്. ആ കുഞ്ഞിനെ കാണുമ്പോൾ, നിന്റെ കുഞ്ഞിനെ കാണുമ്പോൾ കർത്താവ് ഈ മകനു വേണ്ടി ഞാൻ നിനക്ക് സ്തുതി പ്രാർത്ഥിക്കുന്നു. അടുത്ത കുഞ്ഞിന് എൻ്റെ ഈ മകളേക്ക് വേണ്ടി കർത്താവിനെ ഞാൻ സ്തുതിക്കുന്നു. നീ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സ്തുതി ചെയ്തുകൊണ്ടേയിരിക്കണം. സമയം പോകുന്നുണ്ട്. അഥവാ നിൻ്റെ കുഞ്ഞ് ദൈവപാതയിലല്ല, പൈശാചിക പോരാട്ടങ്ങളാണെങ്കിൽ, സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വേഗത്തിൽ പറയുവാണ്. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 9-ാം അധ്യായത്തിൽ ഒരു അപ്പൻ കരഞ്ഞുകൊണ്ട് വരുന്നു. എൻ്റെ ബാലനെ പിശാച് കയറി പിടിക്കുന്നു, അവനെ തീയിലിടുന്നു, വെള്ളത്തിലിടുന്നു, അവനെ കൊല്ലുവാൻ നോക്കുന്നു. അങ്ങനെ നിൻ്റെ കുഞ്ഞിനെ പൈശാചിക പോരാട്ടങ്ങൾ, പിശാചിൻ്റെ കിണയിലാണ്, പാപത്തിൽ ആ കുഞ്ഞ് ജീവിക്കുന്നതെങ്കിൽ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുക. നസ്രയനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ, നസ്രയനായ യേശു ക്രിസ്തുവിൻ്റെ രക്തമൊഴിച്ച് പിശാചേ എൻ്റെ തലമുറയിൽ മേലുള്ള നിൻ്റെ ആധിപത്യം ഞാൻ യേശുവിൻ്റെ നാമത്തിൽ പൊട്ടിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ കുഞ്ഞിനെ ബന്ധിച്ചിരിക്കുന്ന എല്ലാ അന്ധകാല ശക്തിയും നിങ്ങൾ വാ തുറന്ന് പറയണം. എൻ്റെ കുഞ്ഞിനെ ബാധിച്ചിരിക്കുന്ന കഞ്ചാവാണോ, സിഗരറ്റാണോ, പഠിക്കുന്നില്ല, ഉഴപ്പാണോ, എന്തുവാണോ, കൂട്ടുകെട്ടാണോ, നസ്രയനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ പൈശാചിക ആധിപത്യം ഞാൻ യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ കുഞ്ഞിനെ വിട്ടുപോകാൻ ഞാൻ കൽപ്പിക്കുന്നു. അവൻ്റെ എതിരെ പോരാടുന്ന എല്ലാ പാപശക്തികളും, ലോകശക്തികളും, കൂട്ടുകെട്ടിൻ്റെ ശക്തികളും യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു. പിശാചി എൻ്റെ തലമുറയെ വിട്ടുപോകാൻ ഞാൻ കൽപ്പിക്കുന്നു. അടുത്തത് രണ്ടാമത് പറയണം, യേശുവിൻ്റെ രക്തം ഒഴിച്ച് എൻ്റെ കുഞ്ഞിനെ ശുദ്ധീകരിക്കുന്നു. മൂന്നാമത് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന ഇതാണ്. കർത്താവ് യെരമ്യാവിനോട് പറഞ്ഞു, നീ എൻ്റെ കുഞ്ഞിനെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് നീ അവനെ അറിഞ്ഞു, ആ കുഞ്ഞിനെ വേർതിരിച്ചതിനായിട്ട് സ്തോത്രം. യെരമ്യാവിനെ നീ പ്രവാചകനായിട്ട് തീരുമാനിച്ചതുപോലെ എൻ്റെ കുഞ്ഞിൻ്റെ പുസ്തകത്തിൽ എഴുതിയേക്കുന്ന ദൈവഹിതം എൻ്റെ കുഞ്ഞിന്മേൽ നടക്കുന്നതിനായിട്ട് സ്തോത്രം. അവൻ എങ്ങനെ നടന്നാലും കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ മുടിയനായ പുത്രൻ മടങ്ങി വന്നതുപോലെ എൻ്റെ കുഞ്ഞ് തിരിച്ചു വന്ന് നിൻ്റെ ആലയത്തിൽ നിൽക്കുന്നതിനായിട്ട്, ശൗമേലിനെ പോലെ ആരാധിക്കുന്നതിനായിട്ട് സ്തോത്രം. നീ ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കണം. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ തലമുറകളെ അനുഗ്രഹിക്കുന്നു. കർത്താവെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ കർത്താവെ നിൻ്റെ നാമത്തിൽ നിൻ്റെ രാജ്യം കൊണ്ടുവന്നവരാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു. ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു ലഘു സന്ദേശം നമുക്ക് കേൾക്കുവാനായിട്ട് ഇടവന്നു. തുടർന്ന് നമ്മൾ എറണാകുളം ജില്ലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായി പോവുകയാണ്. നമുക്കറിയാം, കേരളത്തിൻ്റെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ജില്ലയാണ് എറണാകുളം ജില്ല. ഈ കഴിഞ്ഞ ഒരു 3 ആഴ്ചയ്ക്ക് മുമ്പ് ഒരു പക്ഷെങ്കിൽ നമ്മളൊക്കെ വാർത്താ മാധ്യമത്തിലൂടെയൊക്കെ കണ്ട വാർത്തകൾ വളരെ ആയിരുന്നു. അത് നടന്നത്, സംഭവങ്ങളൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. എറണാകുളം ജില്ലയ്ക്കകത്ത് നടന്ന കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്കെതിരായിട്ടുള്ള ഒരുപാടധികം അക്രമങ്ങൾ, ഒത്തിരിയധികം പ്രയാസങ്ങൾ, അഡിക്ഷൻസ്, വ്യത്യസ്തമായ ഒരു പ്രതിസന്ധിയിലൂടെയാണ് എറണാകുളം ജില്ല കടന്നു പോകുന്നത്. എന്നാൽ നമ്മളിപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രത്യേകമായ കൃപ, പ്രത്യേകമായ കരുതൽ നമ്മുടെ തലമുറകളുടെ കൂടെ ഇരിക്കേണ്ടതിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എറണാകുളം ജില്ലയെപ്പറ്റി ഒരു ചെറിയ വിവരണം നൽകി തരുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. 1958 രൂപീകരിക്കപ്പെട്ട ഒരു ജില്ലയാണ് എറണാകുളം ജില്ല. 2 റവന്യൂ ഡിവിഷനുകളും 7 താലൂക്കുകളും
117 വില്ലേജുകളും അപ്പോൾ തന്നെ 14 ബ്ലോക്ക് പഞ്ചായത്തുകളും 84 ഗ്രാമപഞ്ചായത്തുകളും അങ്ങനെ തുടങ്ങി വളരെ ജനസാന്ദ്രമുള്ള ഒരു ജില്ലയാണ് എറണാകുളം ജില്ല. ഏകദേശം 50 ലക്ഷത്തിലധികമായി ആളുകൾ തിങ്ങിപ്പാർക്കുന്നൊരു ജില്ലയാണ് എറണാകുളം ജില്ല. നമുക്കറിയാം കൊച്ചി പോലൊക്കെയുള്ള അല്ലെങ്കിൽ ആലുവ പോലൊക്കെയുള്ള മട്ടാഞ്ചേരി പോലൊക്കെയുള്ള ഒത്തിരി സ്ഥലങ്ങൾ പ്രത്യേകം എടുത്തു പറയത്തക്കവണ്ണമുള്ള സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ ഒത്തിരി അഡിക്ഷൻസും അല്ലെങ്കിൽ ഒത്തിരി മദ്യത്തിനും മയക്കുമരുന്നും അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ തലമുറകൾ അതിലൊക്കെയും പെട്ടുപോകുന്ന അവസ്ഥകൾ നാം വാർത്താ മാധ്യമത്തിലൂടെ വായിച്ച് മനസ്സിലാക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ പ്രത്യേകമായ കരുതൽ എറണാകുളം ജില്ലയിലേക്ക് ഇറങ്ങിച്ചെല്ലേണ്ടതിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളിൽ തന്നെ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാനായി പോവുകയാണ്. നമ്മുടെ എറണാകുളം ജില്ലയിലുള്ള എല്ലാ യുവജനങ്ങളെയും ഓർത്തുകൊണ്ട്, എല്ലാ കുഞ്ഞുങ്ങളെയും ഓർത്തുകൊണ്ട്, എല്ലാ തലമുറകളെയും ഓർത്തുകൊണ്ട് നമുക്ക് അല്പസമയം സ്തോത്രം ചെയ്യാം. ഒരുപക്ഷെങ്കിൽ പല പ്രയാസത്തിലൂടെ കടന്നു പോകുന്നവരുണ്ട്. പക്ഷേ അവരെല്ലാം ദൈവം സ്നേഹിക്കേണ്ടതിന് വേണ്ടി, ദൈവത്തിൻ്റെ ആ സ്നേഹം അവരുടെ ഹൃദയത്തിൻ്റെ അകത്ത് ചെല്ലേണ്ടതിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾ ആരും തന്നെ നഷ്ടപ്പെട്ടു പോകാൻ ഇടവരുത്തരുത്. നമ്മുടെ തലമുറകൾ ആരും തന്നെ കർത്താവിൻ്റെ വരവിങ്കൽ കൈവിടപ്പെട്ടു പോകാൻ ഇടവരുത്തരുത്. ആ നിലയിൽ കർത്താവ് പ്രത്യേകമായ ഗൈഡൻസ് കൊടുക്കുന്ന തലമുറകളായി തീരേണ്ടതിനു വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എറണാകുളം ജില്ലയിലുള്ള എല്ലാ തലമുറകൾക്ക് വേണ്ടി, യുവജനങ്ങൾക്ക് വേണ്ടി, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രിയ കർത്താവിൻ്റെ ദാസി സിസ്റ്റർ അനു മാത്യു മുൻപോട്ട് കടന്നു വന്ന് ഈ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, വീണ്ടും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിച്ചു തരുന്ന കർത്താവേ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സ്തുതികളിൽ അധിവസിക്കുന്ന യഹോവയെ മഹത്വപ്പെടുത്തുവാൻ, ഞങ്ങളുടെ താഴ്ചയെ ഞങ്ങളെ ഓർത്തവനായ കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തുവാൻ ഇന്ന് കർത്താവ് ഞങ്ങളെ സഹായിച്ച് ഞങ്ങളുടെ ദയക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഇതുപോലെ കാലം ഞങ്ങൾ കർത്താവെ ഹല്ലേലൂയ എറണാകുളം ജില്ലയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പിതാവേ. അവിടെയുള്ള കർത്താവെ ഞങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. യുവജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം കർത്താവെ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കർത്താവ് അനുഗ്രഹിക്കുമാറാകണമേ കർത്താവെ. കർത്താവെ ഹല്ലേലൂയ. കർത്താവിടെയുള്ള കർത്താവെ കുഞ്ഞുങ്ങൾ പല പീഡനങ്ങൾക്ക് കർത്താവ് ഇരയായി തീർന്നുകൊണ്ടിരിക്കുന്ന അതിനെ ഹല്ലേലൂയ കർത്താവെ, മദ്യത്തിനും മയക്കുമരുന്നിനൊക്കെയും അടിമപ്പെട്ട് കർത്താവെ ആയിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് കർത്താവെ. ഞങ്ങൾ ഇന്ന് കർത്താവെ പൽക്കാലം പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ ഹല്ലേലൂയ അവരെ കർത്താവ് വിടുവിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കൃപയും സാന്നിധ്യവും അവരോട് കൂടെ ഇരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു ഇടയാക്കലേ നങ്ങിയോടെ പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ കൃപ അവരുടെ മേലെല്ലാം പകരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. എറണാകുളം ജില്ലയെ കർത്താവ് അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. അവരുടെ മാതാപിതാക്കളെയൊക്കെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു കർത്താവെ. അങ്ങ് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു നാഥനെ. ഞങ്ങൾ ഒന്നിച്ച് കർത്താവെ ഹല്ലേലൂയ ജില്ലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ അത് അനുഗ്രഹമായി തീരട്ടെ കർത്താവെ. നന്മകൾ ഒരുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാ വിഷയങ്ങളും പിതാവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചേൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. എല്ലാം വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കരുതുവാൻ കാക്കുവാൻ പാലിപ്പാൻ യേശു എന്നും മതിയായവൻ. എന്നെ കരുതുവാൻ കാക്കുവാൻ പാലിപ്പാൻ യേശു എന്നും മതിയായവൻ. വരുമാപത്തിൽ നൽ തുണ താൻ, പെരും താപത്തിൽ നൽ തണൽ താൻ. വരുമാപത്തിൽ നൽ തുണ താൻ, പെരും താപത്തിൽ നൽ തണൽ താൻ. ഇരുൾ മൂടും ജീവിത പാതയിലും തരും വെളിച്ചവും അഭയവും താൻ. ഇരുൾ മൂടും ജീവിത പാതയിലും തരും വെളിച്ചവും അഭയവും താൻ. എന്നെ കരുതുവാൻ കാക്കുവാൻ പാലിപ്പാൻ യേശു എന്നും മതിയായവൻ. എന്നെ കരുതുവാൻ കാക്കുവാൻ പാലിപ്പാൻ യേശു എന്നും മതിയായവൻ.
എൻ ഭാരങ്ങൾ തൻ ചുമലിൽ വെച്ചു ഞാനെന്നു വിശ്രമിക്കും. എൻ്റെ ഭാരങ്ങൾ തൻ ചുമലിൽ വെച്ചു ഞാനെന്നു വിശ്രമിക്കും. ദുഃഖവേളയിലും പുതുഗീതങ്ങൾ ഞാൻ പാടി ആനന്ദിച്ചാശ്വസിക്കും. ദുഃഖവേളയിലും പുതുഗീതങ്ങൾ ഞാൻ പാടി ആനന്ദിച്ചാശ്വസിക്കും. എന്നെ കരുതുവൻ കാക്കുവൻ പാലിപ്പാൻ യേശു എന്നും മതിയായവൻ. എന്നെ കരുതുവൻ കാക്കുവൻ പാലിപ്പാൻ യേശു എന്നും മതിയായവൻ. ഒരു സൈന്യമെനിക്കെതിരെ വരുമെന്നാലും ഞാൻ ഭ്രമിക്കാം. ഒരു സൈന്യമെനിക്കെതിരെ വരുമെന്നാലും ഞാൻ ഭ്രമിക്കാം. തിരുച്ചിറകുകളാൽ അവൻ മറയ്ക്കുമതാ ഒരു ദോഷവും എനിക്കു വരാ. തിരുച്ചിറകുകളാൽ അവൻ മറയ്ക്കുമതാ ഒരു ദോഷവും എനിക്കു വരാ. എന്നെ കരുതുവൻ കാക്കുവൻ പാലിപ്പാൻ യേശു എന്നും മതിയായവൻ. 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 പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഒരുമിച്ച് പിന്നെയും എറണാകുളം ജില്ലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിൽ പ്രവർത്തിക്കുന്ന കർത്തദാസന്മാരെ ഓർത്തുകൊണ്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഓരോ ദേവദാസന്മാരെയും ദൈവങ്ങളെ കേൾപ്പിച്ച് പ്രാർത്ഥിക്കാം. എറണാകുളം ജില്ലയിൽ തന്നെ വിവിധ മാറുന്ന നിലയിൽ പ്രവർത്തിക്കുന്ന വിവിധ പ്രസ്ഥാനത്തിന് കീഴിൽ വർക്ക് ചെയ്യുന്ന ഒത്തിരി ദേവദാസന്മാരുണ്ട്. അവരെല്ലാം ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ എല്ലാം പ്രവർത്തനത്തെ ദൈവം മാനിക്കേണ്ടതിന് വേണ്ടി ദൈവത്തിൻ്റെ പ്രത്യേക കൃപ അവരോട് കൂടെ ഇരിക്കേണ്ടതിന് വേണ്ടി നമുക്ക് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിലെ ഏറ്റവും വലിയൊരു പ്രതിസന്ധിയാണ് മദ്യം, മയക്കുമരുന്ന്, അങ്ങനെയുള്ള ഒത്തിരി ദുർസ്വഭാവങ്ങൾ നിറഞ്ഞ ഒരു സാഹചര്യം. എന്നാൽ നമുക്ക് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഒരു രീതിയിലും അതൊന്നും നമ്മുടെ തലമുറകളിലേക്ക് കടന്നു ചെല്ലുവാൻ ഇടവരുത്താതെ, ദൈവത്തിൻ്റെ വഴി വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ പോകാതെ ദൈവം പറഞ്ഞു തരുന്ന അതേ ഗൈഡൻസോടെ മുൻപോട്ട് കടന്നു പോകാനായിട്ട് നമുക്ക് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ഈ എറണാകുളം ജില്ലയെ മുഴുവനായി ദൈവങ്ങളെ കേൾപ്പിച്ചു കൊടുത്തുകൊണ്ട് നമ്മൾ ഒരുമിച്ച് ഈ വിഷയങ്ങൾക്ക് വേണ്ടി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ പ്രിയ കർത്താവിൻ്റെ ദാസി സിസ്റ്റർ ജിൻസി സ്റ്റാൻലി മുൻപോട്ട് കടന്നു വന്ന് ഈ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കർത്താവേ, സ്തോത്രം സ്തോത്രം സ്തോത്രം. ഞങ്ങൾ ദിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗ്ഗ നല്ല പിതാവേ, ഈ നല്ല സമയത്തിനായി അങ്ങേ സ്തുതിക്കുന്ന അത് മഹത്വപ്പെടുത്തുന്ന കർത്താവേ, എറണാകുളം ജില്ലയെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, അവിടെ പ്രവർത്തിക്കുന്ന ദേവദാസന്മാരെ ദൈവമക്കളെയൊക്കെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, വിവിധ ചർച്ചകളുടെ അണ്ടറുകളിൽ വർക്ക് ചെയ്യുന്ന ശുശ്രൂഷകന്മാരുണ്ട്, ദൈവമക്കളുണ്ട് കർത്താവേ, അവരെയൊക്കെ ദൈവോട് അനുഗ്രഹിക്കുമാറാകണം, സൂക്ഷിക്കുമാറാകണം. അവിടെ പ്രവർത്തനങ്ങളിലൊക്കെ കർത്താവിൻ്റെ കരം അവരോട് കൂടെ ഇരുന്നവരെ സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുമാറാകണം. ദൈവമേ കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്ന കർത്താവേ, മദ്യത്തിനും മയക്കുമരുന്നിനൊന്നും അടിമപ്പെട്ടു പോകാൻ ഇടയാകാതെ വണ്ണം ദൈവത്തെ നോക്കി ഭയത്തോടെ ഭക്തിയോടെ ജീവിപ്പാൻ ദൈവം ഓരോ കുഞ്ഞുങ്ങളെ സഹായിക്കുമാറാകണം. അനേക തലമുറകൾ നശിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് കുഞ്ഞുങ്ങളെ ദൈവമേ കർത്താവ് ഒന്ന് സൂക്ഷിക്കണം, പരിപാലിക്കുമാറാകണം. അവരുടെ പോക്കിലും വരവിലും അവർ വിദ്യാഭ്യാസത്തിലൊക്കെയും കർത്താവിൻ്റെ കരം അവരോട് കൂടെ ഇരിക്കുമാറാകണം. ദൈവമില്ലാത്ത ഒരു പാതയിലും അവർ നടക്കുവാനിടയാകാതെ വണ്ണം ദൈവത്തെ നോക്കി ജീവിപ്പാൻ ദൈവം ഓരോ കുഞ്ഞുങ്ങളെ സഹായിക്കുന്നതിനായി സ്തോത്രം. എറണാകുളം ജില്ല ഞങ്ങളുടെ കരങ്ങൾ ഒരിക്കലൂടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. സകലമാന മഹത്വം എല്ലാം അങ്ങേക്ക് അർപ്പിക്കുന്നു. സ്വർഗ്ഗീയ നല്ല പിതാവേ, ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടുകൊണ്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് കരങ്ങളെ ഉയർത്തിപ്പിടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. നാളെ മുതൽ നമ്മൾ വീണ്ടും നമ്മുടെ ഈ പ്രാർത്ഥന മീറ്റിങ്ങുകൾ തുടർന്ന് നടക്കും. 23-ാം തീയതി, അതായത് നാളെ ഇടുക്കി ജില്ലയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. 24-ാം തീയതി കോട്ടയം ജില്ലയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. 25-ാം തീയതി ആലപ്പുഴ ജില്ലയ്ക്ക് വേണ്ടി, 27-ാം തീയതി കൊല്ലം ജില്ലയ്ക്ക് വേണ്ടി, 28-ാം തീയതി തിരുവനന്തപുരം ജില്ലയ്ക്ക് വേണ്ടി എന്നിങ്ങനെ നമ്മൾ ഓരോ ജില്ലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നമുക്ക് ഒരുമിച്ച് ഈ നാളുകളിൽ
കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ തലമുറകളെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. ഇത്രയും സമയം ഞങ്ങളെ വീക്ഷിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും പ്രത്യേകം വന്ദനത്തെ നന്ദി അറിയിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം കൈമാറിയ ബ്രദർ വെൽസ് മാത്യൂസ് പ്രിയപ്പെട്ടവനോടുള്ള പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. തുടർന്ന് പ്രാർത്ഥിച്ച് ആശീർവാദത്തോടെ ഈ മീറ്റിംഗ് നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നു. ഇതിന് ശേഷമായി സൂം മീറ്റിങ്ങിൽ നമ്മുടെ ഈ പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്യും. അതിലും നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു. ദൈവമായി കർത്താവ് നമ്മെ സഹായിക്കട്ടെ. തുടർന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം പറയുവാനായി കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ മാത്തുക്കുട്ടി മുൻപോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം പറയും. ഒരിക്കൽ കൂടി നമ്മുടെ തലകളെ വണക്കാം, കണ്ണുകളടയ്ക്കാം, ദൈവസ്ഥനിൽ വീണ്ടും പ്രാർത്ഥിക്കാമല്ലോ. പരിശുദ്ധനും നിത്യനുമായ ഞങ്ങളുടെ ദൈവമേ, വാഴ്ത്തപ്പെട്ട സ്വർഗസ്ഥ പിതാവേ, XLVBSൻ്റെ പ്രാർത്ഥനാ സംഗമത്തിൻ്റെ 8ാമത്തെ ദിവസവും തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ കർത്താവെ ഞങ്ങൾക്ക് ഇടയാക്കിയ അവിടുത്തെ വലിയ കൃപയോർത്ത് സ്തോത്രം. ഇന്ന് പകലിലും എറണാകുളം ജില്ലയ്ക്ക് വേണ്ടി കർത്താവെ പ്രാർത്ഥിപ്പാൻ സ്വർഗത്തിലെ ദൈവം കൃപ നൽകിയല്ലോ. എറണാകുളം ജില്ലയുടെ അവന് ഓരോ മുക്കിനും മൂലയുള്ള പ്രിയപ്പെട്ടവരെ ദൈവസ്ഥനിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ പഞ്ചായത്തിനെയും, എല്ലാ ബ്ലോക്ക് പഞ്ചായത്തിനെയും, എല്ലാ ഡിസ്ട്രിക്റ്റുകളെയും, എല്ലാ താലൂക്കിനെയും, അത് എല്ലാ മേഖലകളെയും ദൈവം അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമേ. അവിടുത്തെ യൗവനക്കാരെ ദൈവം അനുഗ്രഹിക്കണമേ. കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. അവരുടെ ജീവിതത്തിൽ മദ്യത്തിനും മയക്കുമരുന്നും അടിമപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെല്ലാം ദൈവസ്ഥനിലേക്ക് മടങ്ങി വരുവാൻ ഒരിക്കൽ കൂടി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം എറണാകുളം ജില്ലയെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ ഓൺലൈനിൽ ഞങ്ങളെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം അനുഗ്രഹിക്കപ്പെട്ട വചനം സംസാരിപ്പാൻ ഞങ്ങളുടെ ദാസനെ ശക്തീകരിച്ചല്ലോ. കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടട്ടെ. അവൻ വിവിധ വിഷയങ്ങൾക്കൂടി പ്രാർത്ഥിപ്പാൻ ദൈവം തന്നെ ജനത്തെ ഒരുക്കല്ലോ. അനുഗ്രഹിച്ചാട്ടിപ്പോൾ ഞങ്ങൾ പിരിയുന്നു. പിരിയാത്ത വലിയ സാന്നിധ്യം ഉണ്ടാകണമേ. തുടർ ദിവസങ്ങളും അനുഗ്രഹിക്കപ്പെട്ട കർത്താവെ പ്രാർത്ഥന സംഘം നടക്കുവാനായി ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്യുന്ന അവിടുത്തെ വലിയ കൃപയോർത്ത് സ്തോത്രം. പ്രാർത്ഥന ഘട്ടനായി നന്ദി പറയുന്നു. യേശു കർത്താവിൻ്റെ അൻപുള്ള നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കേൾക്കണം ഞങ്ങളുടെ സ്വർഗസ്ഥ നല്ല പിതാവേ. ആമേൻ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രൻ്റെ കൂട്ടായ്മയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ നിരന്തരമായ സഹവാസവും ഞങ്ങൾ പ്രാർത്ഥിച്ച എല്ലാ വിഷയത്തിന്മേലും, പ്രത്യേകാൽ എറണാകുളം ജില്ലയുടെ മേലും അവിടുത്തെ വരവിനെയും ഇപ്പോൾ മുതൽ എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്.